मीठे तेज दिखे किस्सों की बयानी, इन कहानियों के अटखेली हुई सर हकीकत के रंग भरता तू ही। जाने जा हो गई न तेरी मेरी मैं तू मेरा हुआ, जाने जा हो गई न तेरी बारिश की डोरी, जाने जा हो गई न तेरी मेरी मैं तू मेरा हुआ, जाने जा हो गई न तेरी बारिश की डोरी। Flying by just like the summer breeze, never felt so alive. Your love's got me reaching for the sky. चल सब चले नए सफर पे, ढूंढे मिलके नए मकाम, ख्वाबों के आसमानों पे उभरे तेरे मेरे निशान। चल सब चले नए सफर पे, ढूंढे मिलके नए मकाम, ख्वाबों के आसमानों पे उभरे तेरे मेरे निशान। जाने जा हो गई न तेरी मेरी मैं तू मेरा हुआ, जाने जा हो गई न तेरी बारिश की डोरी। जाने जा
ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഭാര്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം നിർബന്ധാശയിലൂടെ ജെയിംസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. Our eyes and breathe in slowly. Knew we'd get here from the start. Finding magic in the days and nights as they're unfolding. Writing stories with the stars. And the morning speaks to these open dreams. And we're right where we belong. I'll go anywhere with you. In the sunlight or underneath the moon. All we have is enough. Take my hand, darling, we were born to run. It's all waiting for us. In the steady breeze we feel
बस झूम लूं मैं उर्दू की किताब सा है इश्क़ ख्वाब ख्वाब सा है मेरा बेहिसाब सा है तेरे लफ्ज़ चूम लूं मैं उर्दू की किताब सा है जग तेरे लिए छोड़ी इश्क में दिल बना है छोड़ी इश्क में दिल बना है खो गया सारी रात जगावे यादां नू जिक्र तरावे आए क्यों ना आए सुभावे हानियां तेरी होके मरा जिंद जान करा मर्दानी 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 அடிப்போடி தீபாவளி கங்கை என்று கடலை காட்டும் காதல் கடல் என்று கங்கை காட்டும் வாழும் பயிருக்கு தண்ணீர் வேண்டும் காதல் கதைக்கு கண்ணீர் வேண்டும் மருதானி அடிப்போடி தீபாவளி ஆகாயம் மண் மீது சாயாது நிஜமான காதல்தான் நிலையான பாடல்தான் அதன் ஓசை என்னாலும் ஓயாது
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് വേണ്ടി അവനെ പോലെ ഒരു സഖിയെ ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഇന്ന് വിവാഹിതരാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമലയെയും ജേക്കിനെയും അനുഗ്രഹിക്കണമേ. ഇവർ ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം സ്നേഹിച്ച് താങ്ങും തണലുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ദമ്പതികളെ ആശീർവദിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, മാർ യോസേപ്പ് പിതാവേ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. 121 സങ്കീർത്തനം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും.
have taken my place with bended knees, and I have raised my voice with a multitude of angels whose nests are treasured by your trees. Music on your fingers, heartbeat of the winds, places where you lead. President,
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയവരെ സമരരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യവർഗത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂതാശായോഗ്യകൾ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ പിതൃഗണത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകരമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ ജനമാരോടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശതിരിച്ചും സൈത്തുമുളുകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും നിത്യനായ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സമാധാനത്തോടുകൂടെ ഞങ്ങളിപ്പോൾ ആരാധനയും സമർപ്പിക്കുവാനും സർവ്വതയും നാഥായ
സർവേശ്വരനെ വാഴ്ത്തിടുവി വാഴ്ത്തിടുവി വിശുദ്ധരിൽ സമയനായി വസിക്കുന്നു പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും ഉപകരമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ അത്ഭുതങ്ങളുടെയും മധ്യസ്ഥം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടയുന്നതിനും ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം കർത്താവേ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. സാധാരണത്തെ നാളായി വിളിച്ചുകൊണ്ടനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെയും നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കടലിലെ തുല്യ അവകാശം എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. സമാധാനം ഞങ്ങളോടുകൂടി. പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. ഈശോയും അമ്മയും അവരെ സന്നിഹിതരായിരുന്നു. ഈശോയും അവരുടെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞു തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവിടത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവിടുത്തെ അമ്മ പ്രചാരകരോട് പറഞ്ഞു, അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദന്മാരുടെ ശുചീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 ഗർഭങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നോ 2 3 കുടം വെള്ളം വീതം കൊള്ളുമായിരുന്നു. ഈശോയോട് അരുളി ചെയ്തു, ഭരണികളിൽ വെള്ളം നിറയ്ക്കരുത്. അവർ വാക്കോളം നിറച്ചു. ഇനി കുറച്ച് പകർന്ന് കലവർക്കാരന് കൊടുക്കുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി ചേർന്ന വെള്ളം കലവർക്കാരൻ വിളിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പുരുഷന്മാർ അതറിഞ്ഞിരുന്നു. കലവർക്കാരൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും ആദ്യം മത്സരം വീഞ്ഞാണ് വിളക്കുക. ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ താങ്കൾ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചിരുന്നവല്ലോ. ഗലീലയിലെ കാനായിൽ പ്രവർത്തിച്ച് ഈശോ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു. ഇതുവഴി അവിടുന്ന് മഹത്വം പ്രകടമാക്കുകയും അവിടുത്തെ ശിഷ്യർ അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്തു. ജയിക്കുകയും അതുപോലെ തന്നെ വരിയെയും സംബന്ധിച്ച് വളരെ
ദിവസമാണ്. ഇന്ന് അവരുടെ ജീവിതത്തിലെ കുടുംബത്തിന് അടിസ്ഥാനം ഇടുകയാണ്. ഒരു കൊച്ചു കുടുംബത്തിന് അടിസ്ഥാനം ഇടുന്ന ദിവസമാണ്. നമുക്കറിയാം, കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം നൽകുന്ന ആ സ്ഥലത്തിനാണ് കുടുംബം എന്ന പേര് പറയുന്നത്. ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് സന്തോഷം നൽകുന്ന, ഇമ്പം നൽകുന്ന ആ സ്ഥലമാണ് കുടുംബം. കുടുംബം എന്നുള്ള സംസ്കൃത വാക്കാണ്. അതിന്റെ അർത്ഥം കൂടുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷം നൽകുന്ന സ്ഥലം എന്നാണ്. അതേ ഭാര്യയും മക്കളും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും സന്തോഷപ്രദമായ സ്ഥലമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കുടുംബം എന്നുള്ള വാക്കിന് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ കുടുംബം എന്ന വാക്കിന് അർത്ഥമുണ്ടായിരിക്കില്ല. ഇപ്പൊ കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം അത് പൂർത്തീകരിച്ചിട്ടുള്ള ജീവിതമാണ് ഏറ്റവും സന്തോഷപ്രദമായ ജീവിതം. നമുക്കറിയാം, തിരുസഭയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. ആ കുടുംബത്തിലൂടെ ലഭിക്കുന്ന പാരമ്പര്യവും മഹത്വവും വിശ്വാസവും എല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് കുടുംബത്തെ ഐശ്വര്യപൂർണ്ണമായ അല്ലെങ്കിൽ അടിസ്ഥാനമുള്ള നല്ല കുടുംബം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ കുടുംബത്തിന്റെ ഭദ്രത അവരുടെ സ്നേഹത്തിനും ഐക്യത്തിനും വിശ്വാസത്തിനും മുന്നേറുമ്പോഴാണ് ആ കുടുംബത്തിന് ശരിയായ രീതിയിലുള്ള ഐക്യം അല്ലെങ്കിൽ ഐശ്വര്യമുള്ള കുടുംബം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളപ്പോൾ വിശ്വാസത്തിന് അടിവെച്ച് നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരസ്പര ധാരണയും വിശ്വാസവും പരസ്പര സഹകരണവും ഉണ്ടെങ്കിലേ കുടുംബത്തിന്റെ വിജയം പൂർണ്ണമാവുകയെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. ഗലീലയിലെ കാനായിൽ വിവാഹം എന്ന് നടന്ന അവസരത്തിൽ വിവാഹമധ്യേ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോൾ മാതാവ് ശുപാർശ ചെയ്ത് ആ കുടുംബത്തെ അവരുടെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാതാവിന്റെ അടുത്തേക്ക് തിരികെയും അവിടുത്തെ സഹായം അഭ്യർത്ഥിക്കുകയും അവിടുത്തെ സഹായം യാചിക്കുകയും ചെയ്യുക പതിവാണ്. കാനായിലെ കല്യാണ അവസരത്തിൽ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ മാതാവ് അവരോട് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറിയിട്ടുള്ളത്. അവരെ ആ കുടുംബത്തെ അപമാനത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും മാതാവാണ് രക്ഷിച്ചത്. ഇന്ന് ഇസ്രായേലിലെ വിശുദ്ധനാടുകൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന ഒരു വലിയ കാഴ്ചയാണ്. കാനായിലെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ദമ്പതിമാര് 80 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും 25 വയസ്സുള്ളവരും എല്ലാം ആ ദേവാലയത്തില് അൾത്താരയുടെ മധ്യേ വന്നു നിന്ന് നമ്മുടെ വിവാഹത്തിന് ചെല്ലുന്ന ആ പ്രാർത്ഥനയുണ്ട്. ഇന്നു മുതൽ മരണം വരെ ഉള്ള ആ പ്രാർത്ഥന പ്രതിജ്ഞ അവിടെ വന്ന് അവര് ആവർത്തിച്ച് ചെല്ലി പുതുക്കി പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾക്ക് അച്ഛന്മാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവസാനം അവർ പറയും ഒരു ആശീർവാദവും കൂടെ തരണം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവര് നടത്തിയ പ്രതിജ്ഞ ആ സന്നിധിയില്, ദേവാലയത്തിലെ തിരുസന്നിധിയില് മാതാവ് അത്ഭുതപ്രവൃത്തി ആ സ്ഥലത്ത് വന്ന പ്രതിജ്ഞ പുതുക്കി പോയി സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹം, അവരുടെ അതിയായ ആഗ്രഹം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിപ്പോ കേരളത്തിൽ പോകുന്നവർ മാത്രമല്ല, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു പുതുക്കൽ നടത്തി പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളിലുമെല്ലാം മാതാവ് അവർക്ക് സഹായമാകട്ടെ. അവരുടെ പ്രാർത്ഥന മാതാവിന്റെ പക്കലെത്തുമ്പോൾ തീർച്ചയായിട്ടും മാതാവ് അവർക്ക് സഹായമുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ അഭിലാഷങ്ങൾ, രണ്ടുപേരുടെയും അഭിലാഷങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിർത്തിയില്ലാത്ത ജീവിതത്തിലായിട്ടുള്ള അഭിലാഷങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ഉണ്ടാകും. അത് ആലോചിച്ച് നമുക്ക് മാത്രം പറ്റുന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ സങ്കടമില്ലാതെ രണ്ടുപേർക്കും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ചരിത്രത്തില് ഗ്രീക്കുകാരനായ അലക്സാണ്ടറിന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ ആക്രമിക്കാനായിട്ട് വന്നു. ഇന്ത്യയുടെ അതിർത്തിയായ പാകിസ്ഥാനിലെത്തി സിന്ധു നദിയുടെ തീരത്ത് വന്നു. സിന്ധു നദി വായു പോലെ കിടക്കുന്ന വിശാലമായ സമുദ്രം പോലെ കിടക്കുന്ന ഒരു നദിയാണ്. കാരണം 5 നദിയിലെ വെള്ളം ഒരുമിച്ച് ചേർന്ന് ഒഴുകിയാണ് സിന്ധു നദി പോകുന്നത്. അതുകൊണ്ട് അത് വളരെ വിശാലമായിട്ട് കിടക്കുന്നത്. ആ സിന്ധു നദി കടന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിലേക്ക് കയറി പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് കയറി ആക്രമിക്കാനായിട്ട് സാധിക്കും. പാകിസ്ഥാനില്ല, അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നദി കടക്കുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ അഭിലാഷമായിരുന്നു ഇന്ത്യ ആക്രമിക്കേണ്ടതുള്ളത്. പക്ഷെ അത് സാധിച്ചില്ല. അദ്ദേഹം അവിടെ നിന്ന് സിന്ധു നദി സർവൻ പറയുന്നതിന്
ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ മടങ്ങിപ്പോയി. ആ പേരാണ് പിന്നീട് തലമുറകൾ കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ ആവർത്തിക്കുന്നു. പക്ഷേ ഇന്ത്യ തിരിച്ചു പോയപ്പോൾ അദ്ദേഹം പോയി ഈജിപ്ത് ആക്രമിച്ചു. ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ സൈന്യത്തെ അവിടെ പാർപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് വന്ന ടോളമി ഒന്നാമനും രണ്ടാമനും അവിടെ ഭരണം നടത്തി. അവര് പാലസ്തീൻ ആക്രമിച്ചു പോയാൽ അവിടെ പോയ യഹൂദന്മാരെ തടവുകാരായിട്ട് കൊണ്ടുപോയി. അവരെ കൊണ്ട് അലക്സാണ്ടറായി താമസിപ്പിച്ചു. അങ്ങനെ അവിടെ താമസിച്ച യഹൂദർക്ക് ഹീബ്രു ഭാഷ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അതാണ് ബൈബിള് യഹൂദന്മാർക്ക് വേണ്ടി ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് സെപ്റ്റജിന്റ് എന്ന പേരിലാണ് ബൈബിൾ അറിയപ്പെടുന്നത്, ഗ്രീക്ക് ഭാഷയിലേക്ക്. കർത്താവിന്റെ വരവിന് മുമ്പ് പഴയ നിയമം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ സെപ്റ്റജിന്റ് ഇന്ത്യ കീഴടക്കി ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇത് നടക്കുകയില്ലായിരുന്നു. അദ്ദേഹം ഇന്ത്യ തിരിച്ചുപോയി ഈജിപ്ത് ആക്രമിച്ച് അലക്സാണ്ടർ ആക്രമിച്ച് അവിടെ യഹൂദരെ താമസിച്ചുവാനും അവിടെയുള്ള യഹൂദർക്ക് വേണ്ടി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സെപ്റ്റജിന്റ് അവിടെ അവർക്ക് നൽകിയിട്ടുണ്ടായി. അത് അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ നടന്നില്ല. പക്ഷേ ദൈവം അദ്ദേഹത്തെ വേറൊരു കാര്യത്തിലേക്ക് നയിച്ചു. ആ ബൈബിൾ ഇന്നും ചരിത്രപ്രസിദ്ധമായ ബൈബിള്, ഗ്രീക്ക് ബൈബിള് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബൈബിൾ ഏറ്റവും പുരാതനമായ ട്രാൻസ്ലേഷനായി അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം പിന്നീട് വന്നു കഴിയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ബൈബിളിനെ പറ്റി പല അഭിപ്രായ ഭിന്നതകളുണ്ടായി. പക്ഷേ ഈ ബൈബിൾ ഇന്ന് നിലനിൽക്കുന്ന ബൈബിളായിരുന്നു. കർത്താവിന് മുമ്പുള്ള ബൈബിളാണ് പഴയ നിയമം. അത് വലിയൊരു സമ്പത്തായിട്ട്, സഭയുടെ സമ്പത്തായിട്ട് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ വേറൊരു കാര്യം ചെയ്തതാണ്. അതുകൊണ്ട് ലേഖിന്റെയും മരിയയുടെയും ജീവിതത്തിൽ അഭിലാഷങ്ങൾ മുടങ്ങുമ്പോൾ സങ്കടപ്പെടേണ്ട, അത് മറ്റൊരു സമ്മാനം ദൈവം നിങ്ങളിലൂടെ നൽകുവാനാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അതായിരിക്കട്ടെ, പഴയ നിയമത്തിലെ പുസ്തകം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കുന്നത്. അതെ, ജയിക്കും മരിയും കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ രണ്ടുപേരും കരുതുക, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കട്ടെ, ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. ലേഖനത്തിൽ ചിന്തിക്കുമ്പോൾ ജേക്കബ് ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ജേക്കബ് മരിയെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട്. അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാർത്തിയെടുക്കുക. രണ്ടുപേരും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് കരുതുക. അതേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, പരസ്പരം സ്വീകരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകട്ടെ, മംഗളപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിജയകരമായ അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹങ്ങളെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാക്കളെയും ഈ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ വധുവരന്മാർ വിവാഹത്തിന്റെ കൂദാശ വിരുദ്ധരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതർ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഉദ്യോഗസ്ഥയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ജെയിംസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സന്തോഷത്തോടും കൂടി മരിയയെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സന്തോഷത്തോടും കൂടി ജെയിംസിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹോടപടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം മതതരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലാക്കിയതോടും കൂടി ജീവൻ നയിക്കുവാൻ നമ്മുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന താനീതയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവിടെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നം സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായിരിക്കുവാനും ഇതിൽ മുദ്രിതമായ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിന്റെ വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരണിയുന്ന മോഹനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മന്ത്രകൂടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാനേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോടും നിങ്ങൾ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികളുടെ പങ്കാളികളാകുകയും ചെയ്ത കാരുണ്യമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഫലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധമായ ദൈവങ്ങളും വിശുദ്ധാത്മാരുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രിയങ്കരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാസ്വാദങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ഞങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുകയും ഞങ്ങളുടെ ആശകളും പ്രതീക്ഷകളും ഓടുന്ന സഫലമാക്കുകയും ചെയ്യട്ടെ. അവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം
നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമേനോടത്തെ സ്ത്രീ ബഹുമാനോ കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ നിയോഗരാകട്ടെ. നവാത്മതിമാരായ ഞങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Let me introduce myself. I am Kiran Maria Jose. I am James' cousin and I am working at South Indian Bank. I am sure many of you may know Jacob and Anna personally. However, as a formality, let me introduce them. Our groom Jacob, as we dearly call him Jake, is working as a senior associate EXL Kochi, and Amala is working as a teacher under Pala Corporate Educational Agency. This stage is incomplete without their family. So let's invite their parents and siblings to share the space on stage. First of all, let me invite the parents of Amala onto the stage. She belonged to Chuniyankurathu family settled in Tikoi. Her father, Mr. Joseph C.J., retired as headmaster from St. Thomas School, Velkavavattu. Her mother, Mrs. Mary Joseph, retired as headmistress from St. Thomas School, Velakasheri. Let's welcome both of them onto the stage. Now, I would like to welcome Amala's elder brother Arvind, his wife Reenu, along with them their beautiful daughter Ira Maria Arvind. Arvind is currently working at Shalom Pastoral Center, Pala. Reenu is working as a teacher at Holy Cross High School, Cherbugal. Now, let me invite the parents of Jay onto the stage. Mr. Sakriyas Casey and Mrs. Lysama Sakriyas, please be on the stage.
and Mrs. Lysama Zacharias, retired as a teacher from Little Flower High School, Chemaravattam. Onto the stage, it's my pleasure to welcome Jake's elder sister, Mrs. Elena, and her husband, Mr. George, along with them, two beautiful children, Joanna and Evelyn. Mr. George is currently working at Tata Consultancy Services, Ernakulam, and Mrs. Elena is working as a tutor in IHM Hospital, Bharanangalam. Now, let me invite Jake's younger brother, Tommy, onto the stage. He is working at Sahyadri Cooperative Credit Society, Bharanangalam. Let God be with these families and bless them abundantly. Now, we are moving on to the candle lighting ceremony. I request the bride and groom to come forward and light the candle. Found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59,
home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes, joy